മൂന്നാമത് ബി.ജെ.പി. അധികാരത്തിൽ വരികയാണെങ്കിൽ ഇന്ത്യയിലാകെ 4 ജനവിഭാഗങ്ങൾ മാത്രമേ ഇന്ത്യൻ പൗരന്മാരായിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ബാക്കി വരുന്ന ജനങ്ങൾ എവിടെ പോകും? ഹിന്ദു രാഷ്ട്രം സംഭവിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഭരണഘടന മാറ്റിയെഴുതപ്പെടുമെന്ന് പല ആവർത്തി പല ബി.ജെ.പി. നേതാക്കളും പലയിടങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇതുവരെ ഉണ്ടായിരുന്ന ഇന്ത്യ, സ്വതന്ത്ര ഇന്ത്യ, അതിൻ്റെ ജനാധിപത്യവും മതേതരവും ബഹുസ്വരവുമായ എല്ലാവിധത്തിലുള്ള മനോഹാരിതകളോടും കൂടെ നിലകൊള്ളുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആണ് നമ്മുടെ മുമ്പിൽ. ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. കാരണം വളരെ 75 കൊല്ലമാകുമ്പോഴേക്കും വർഗീയ ഫാഷിസ്റ്റുകളുടെ കയ്യിൽ ഇന്ത്യ അകപ്പെടുകയും വളരെ അപ്രതീക്ഷിതങ്ങളായിട്ടുള്ള, ഊഹിക്കാൻ പോലും ആവാത്തതായിട്ടുള്ള തരത്തിൽ ജനങ്ങൾ ഞെരുക്കപ്പെടുകയും ഒരേ ഒരു മതരാഷ്ട്രമായിട്ട് ഇന്ത്യ രൂപം മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. ഒരു മതരാഷ്ട്ര സങ്കല്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നതല്ല. എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ള, എല്ലാ ഭാഷകൾക്കും എല്ലാ ദേശീയതകൾക്കും തുല്യ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു ഭരണഘടനയും അതിനനുസരിച്ചുള്ള ഫെഡറൽ സംവിധാനവുമാണ് തകരാൻ പോകുന്നത്. ഈ തകർച്ചയിൽ നിന്ന് ഇന്ത്യയെ പിടിച്ചു നിർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ ജനാധിപത്യത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഭൂരിപക്ഷം വോട്ട് നേടി അധികാരത്തിൽ വന്നു എന്നുള്ളതിൽ പോലും യഥാർത്ഥ ഭൂരിപക്ഷമാണോ എന്ന് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. കാരണം വോട്ട് ചെയ്തതിലെ 33% മാത്രമാണ് ഹിന്ദുത്വ എന്ന വർഗീയ ആശയത്തോട് ചേർന്ന് വോട്ട് ചെയ്ത് ബി.ജെ.പി. സർക്കാരിനെ അധികാരത്തിലെത്തിയത്. അപ്പോൾ തന്നെയും 67% ജനങ്ങൾ പുറത്തു നിൽക്കുകയാണ്. ഇന്ത്യയിലെ മൊത്തം ഹിന്ദുക്കളിലും ബഹുഭൂരിപക്ഷം അല്ല ഹിന്ദുത്വയ്ക്ക് വോട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബലത്തിൽ, ഈ 33% അധികാര ബലത്തിൽ ഇരിക്കുകയും 2 പ്രാവശ്യം അധികാരത്തിൽ വരികയും ചെയ്ത മോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു തവണ കൂടി കിട്ടുകയാണ് എങ്കിൽ, അവരധികാരത്തിൽ വരികയാണ് എങ്കിൽ, ലോകത്തെ എല്ലാ ഫാഷിസ്റ്റുകളും ചെയ്തതുപോലെയുള്ള ഒരു തകർക്കൽ തന്നെയായിരിക്കും ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തോട് അവർ ചെയ്യുക. അത് വളരെ കൃത്യമാണ്. അവരുടെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ, അതുപോലെ തന്നെ പലതരം പ്രസ്താവനകളിലൂടെ, പല നീക്കങ്ങളിലൂടെ യാതൊരു വിധത്തിലുള്ള നീതിയുമില്ലാത്ത, യാതൊരു വിധത്തിലുള്ള ധാർമ്മികതയുമില്ലാത്ത, ഒരു വിധത്തിലും ജനങ്ങളെ മാനിക്കാത്ത, ജനങ്ങളെയോ പ്രതിപക്ഷത്തെയോ മാനിക്കാത്ത നീക്കങ്ങളിലൂടെയും പ്രയോഗങ്ങളിലൂടെയും കൊലകളിലൂടെയും ഒക്കെ തന്നെ രാഷ്ട്രം ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യത്തിലായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. മൂന്നാമത് തങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളതിനെ സംബന്ധിച്ച് അമിത്ഷായുടെ ഒരു പ്രസംഗം തൻ്റെ അറസ്റ്റിന് ശേഷം കെജ്രിവാൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എടുത്തു കാണിക്കുകയുണ്ടായി. അമിത്ഷാ അതിൽ പറയുന്നത്, മൂന്നാമത് ബി.ജെ.പി. അധികാരത്തിൽ വരികയാണെങ്കിൽ ഇന്ത്യയിലാകെ 4 ജനവിഭാഗങ്ങൾ മാത്രമേ ഇന്ത്യൻ പൗരന്മാരായിട്ടിരിക്കുകയുള്ളൂ. ഹിന്ദുക്കൾ, സിഖുകാർ, ബുദ്ധമതക്കാർ, മറ്റേതോ ഒരു വിഭാഗം കൂടി. അപ്പോൾ ബാക്കി വരുന്ന ജനങ്ങൾ എവിടെ പോകും, അവരുടെ അവസ്ഥ എന്താകും എന്നുള്ളതിനെ പൗരത്വ ഭേദഗതി നിയമവും ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്ന, വളരെ നിർബന്ധമായിട്ട് അടിച്ചേൽപ്പിക്കാൻ പോകുന്ന പൗരത്വ ബില്ലും ഒക്കെ തന്നെ അതിൻ്റെ സൂചനകളാണ്. ഇന്ത്യയിൽ രാമൻ എന്ന് പറയുന്ന ഒരൊറ്റ ദൈവത്തെ ഉയർത്തിക്കാട്ടിയിട്ട് ഹിന്ദു എന്ന് പറയുന്ന ജീവിത സമ്പ്രദായത്തെ, അല്ലെങ്കിൽ ഐഡിയോളജിയെ, അല്ലെങ്കിൽ വളരെ ബഹുസ്വരമായിട്ടുള്ള അതിൻ്റെ ദൈവങ്ങളെ മുഴുവനും, അങ്ങനെയാണ് 33 കോടി ദേവകൾ എന്നാണ് പറയുന്നത്. ഈ 33 കോടി ദേവകൾ രാമൻ മാത്രമല്ല. ഈ 33 കോടി ദേവകൾ ഉള്ള
ഹിന്ദു എന്ന് പറയുന്ന വളരെ സമഗ്രവും ബൃഹത്തും ആയിട്ടുള്ള ഒരാശയത്തെ, ഒരു ജീവിത സമ്പ്രദായത്തെ, ഒരു ഐഡിയോളജിയെ രാമൻ എന്ന് പറയുന്ന ഒരൊറ്റ ദൈവത്തിലേക്ക് കേന്ദ്രീകരിക്കുകയും രാമക്ഷേത്രം ഉയർത്തുകയും അത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവനും ഹിന്ദുക്കളാണ്, ആ ഹിന്ദുക്കളുടെ താല്പര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഫലിപ്പിക്കേണ്ടത് എന്ന ഒരു ആശയത്തിൽ ഊന്നിക്കൊണ്ടാണ് BJPയുടെ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ വരികയാണ് എങ്കിൽ ഹിന്ദു രാഷ്ട്രം സംഭവിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഭരണഘടന മാറ്റി എഴുതപ്പെടുമെന്ന് പല ആവർത്തി പല BJP നേതാക്കളും പലയിടങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. ഭരണഘടന മാറ്റി എഴുതുക എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വർഗം, വംശം, ഭാഷ, ദേശം, ജാതി ഇവയുടെ ഒന്നും വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവർക്കും തുല്യനീതി വാഗ്ദാനം ചെയ്തിട്ടുള്ള, ആ തുല്യനീതി വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൊളിറ്റിക്കൽ തുല്യത, വോട്ടവകാശം വഴി നേടിക്കഴിഞ്ഞിരിക്കുന്ന ഒരു രാജ്യം. ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാവരുടെയും അവകാശങ്ങൾ എടുത്തു കളയുന്ന ഒന്നായിരിക്കും ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണഘടന പുതിയതായിട്ട് ഉണ്ടാവുകയാണ് എങ്കിൽ ആ ഭരണഘടനയിൽ എന്തെല്ലാം ഉൾക്കൊള്ളിക്കും എന്നുള്ളതിനെപ്പറ്റി നമുക്ക് ഇപ്പോൾ ഊഹിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ അപകടകരമായിരിക്കും എന്നുള്ളതിനെ ഈ 2 തവണത്തെ NDA സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ മതി, അതിൻ്റെ പിന്നോക്കം പോക്ക് പരിശോധിച്ചാൽ മതി. പശുവിന് പ്രാധാന്യവും മനുഷ്യന് പ്രാധാന്യമില്ലായ്മയും കൽപ്പിക്കുന്ന ഒരു ലോകത്തിൽ ദളിത് ജനവിഭാഗങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും സാധ്യമല്ല. അപ്പോൾ ഇതുവരെ വളരെ ശാസ്ത്രീയ അടിത്തറയിലും അതുപോലെ തന്നെ പുരോഗമന ചിന്താഗതിയിലും കെട്ടിപ്പടുക്കപ്പെട്ട ഒരു രാജ്യം അതിൻ്റെ അധപ്പതനത്തിലേക്ക് കുതിക്കുക എന്നുള്ളതായിരിക്കും മൂന്നാമതും BJP അധികാരത്തിൽ വരികയാണെങ്കിൽ സംഭവിക്കുക. അധികാരത്തിൽ വരുമോ എന്ന ഒരു ചോദ്യത്തിന് നമുക്ക് ഓരോ പ്രാവശ്യവും ജനങ്ങൾ അവരുടെ ചെയ്തികളെ വിലയിരുത്തിക്കൊണ്ടാണ് വോട്ട് ചെയ്യാറുള്ളത്. ഈ ചെയ്തികളെ വിലയിരുത്തുന്നതിന് ജനങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാവണം. ആ പ്രാപ്തി ഉണ്ടാകാൻ ബഹുഭൂരിപക്ഷം വരുന്ന ഇന്ത്യക്കാരിൽ എത്ര ശതമാനം പേർക്ക് അത്തരത്തിൽ വിലയിരുത്തിക്കൊണ്ട് വോട്ട് ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ട് എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള അക്ഷരാഭ്യാസമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, ഇപ്പോഴും ഫ്യൂഡൽ സാമ്പത്തിക വ്യവസ്ഥയുടെ കീഴിൽ അടിമകളെപ്പോലെ ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരുടെ വോട്ടുകൾ, അവർക്കൊക്കെയും തന്നെ വോട്ടുണ്ട്. പക്ഷേ ആ വോട്ടുകൾ രേഖപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനം എന്ത് എന്നുള്ളത് ഇപ്പോഴും നമുക്ക് അങ്ങനെ നമ്മൾ പരിശോധിച്ച് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയുള്ള ഒരു കാര്യം പോലും അല്ല എന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വോട്ടെടുപ്പിൽ ഉള്ള സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ നീതിയും നമുക്ക് സുപരിചിതമായ ഈ 2 സംഗതികൾ ഒരുപക്ഷെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ എത്രത്തോളം നിലനിൽക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. BJP അധികാരത്തിൽ വരാതിരിക്കത്തക്ക വിധം ജനങ്ങൾ ദുരിതം അനുഭവിച്ചിട്ടുണ്ട് അവരുടെ ഭരണകാലത്ത്. കാരണം സാമ്പത്തികമായി ഏറ്റവും വലിയ ദുരിതം, ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ പെരുകിയിരിക്കുന്ന ഒരു അവസ്ഥ, എല്ലാ സാധനങ്ങൾക്കുമുള്ള വിലക്കയറ്റം, പെട്രോളിൻ്റെ ആയാലും ഗ്യാസിൻ്റെ ഒക്കെ ആയാലും വിലക്കയറ്റം തുടങ്ങി ജനങ്ങൾക്ക് ഏറ്റവും അസംതൃപ്തിയും അസ്വാതന്ത്ര്യവും സമാധാനക്കേടും നൽകിയിട്ടുള്ള ഭരണമാണ് ഈ കഴിഞ്ഞുപോയ മോദി സർക്കാരിൻ്റെ ഭരണം എന്ന് പറയുന്നത്. തന്നെയുമല്ല, ഒരു ഫാസിസ്റ്റിനെ പോലെയുള്ള മോദിയുടെ പെരുമാറ്റത്തിൽ തീർച്ചയായിട്ടും യുവജനത മുഴുവനും അസംതൃപ്തരാണ്. അഭ്യസ്തവിദ്യരായിട്ടുള്ള മുഴുവൻ മനുഷ്യർക്ക് അത് വ്യാഖ്യാനം ചെയ്യാൻ കഴിയുമ്പോൾ അഭ്യസ്തവിദ്യരല്ലാത്ത മനുഷ്യർക്ക് പോലും അതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നടപ്പാക്കുന്ന വളരെ അനീതി നിറഞ്ഞ ചില നടപടികൾ, അതുപോലെ തന്നെ ഫാസിസത്തിൻ്റെ എല്ലാ ദുഷിച്ച ചെയ്തികളെയും പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള അവരുടെ നീക്കങ്ങൾ, തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ED ഉപയോഗിച്ചുകൊണ്ട്, സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷങ്ങളെ വേട്ടയാടുന്ന വിധം, കെജ്രിവാളിനെ പോലെയുള്ള ആളുടെ അറസ്റ്റ്, അതുപോലെ തന്നെ ആ അറസ്റ്റിനെ പിന്തുടർന്നുകൊണ്ട് പിന്നെയും ദുർവാശി കാണിച്ചുകൊണ്ട് പലയിടങ്ങളിലായിട്ട് ED സംഭ്രമത്തോടുകൂടി ഓടി നടക്കുന്ന കാഴ്ച, ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഫണ്ട് മരവിപ്പിക്കുക, ഇലക്ട്രൽ ബോണ്ട് തുടങ്ങി എണ്ണി പറഞ്ഞാൽ തീരാത്ത അത്ര
ജനവിരുദ്ധ നടപടികളാണ് അവർ കൈക്കൊണ്ടിട്ടുള്ളത്. അതിനൊക്കെ പുറമെയാണ് നേരത്തെ പറഞ്ഞതുപോലെ 33 ദേവകൾ, ഹിന്ദുക്കൾക്ക് തന്നെയുള്ള 33 ദേവകളെയും പിന്നെ മാർജിനലൈസ് ചെയ്തുകൊണ്ട് ഒരു ഏകദൈവത്തിലേക്ക് ഹിന്ദുമതത്തെ കൊണ്ടുപോകാനുള്ള നീക്കം. അതിൻ്റെ ഒപ്പം ന്യൂനപക്ഷ മതങ്ങളുടെ മതസ്വാതന്ത്ര്യത്തെയും അവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെയും തകർക്കുന്ന വിധം, ഇതൊക്കെ കൊണ്ട് മോദി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരാനുള്ള വഴികൾ അടയുകയാണ് ചെയ്യുന്നത് എന്ന തോന്നൽ ഇപ്പോൾ ഉണ്ട്. പക്ഷെ അത് എത്രത്തോളം വോട്ടിൽ കൊണ്ടുവരും, തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളത് പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. മോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ എനിക്ക് ശേഷൻ ഉണ്ടായിരുന്ന സമയത്ത് വളരെ സ്വതന്ത്രമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ വിഭാവന ചെയ്യപ്പെട്ടിരുന്നു. വളരെ സ്വതന്ത്രം എന്നുള്ളതാണ്, നീതിപൂർവ്വം സ്വതന്ത്രം തെരഞ്ഞെടുപ്പ് എന്ന ഒരു സംവിധാനത്തിൽ പ്രവർത്തിക്കാനായിട്ട് ആ കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട്. വിമർശനങ്ങളില്ലെന്നല്ല. അതേസമയം ഇപ്പോൾ നമ്മൾ കാണുന്നത് യാതൊരു തരത്തിലുള്ള വിശ്വാസ്യതയും ഇല്ലാത്ത, സുതാര്യം അല്ലാത്ത, വളരെ കൃത്യമായി അവർക്ക് മാത്രം അനുകൂലമായി പ്രവർത്തിക്കുമെന്ന് ഉറപ്പുള്ള ഇലക്ഷൻ കമ്മീഷണർമാരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. EVM എന്ന് പറയുന്ന ഇലക്ട്രോണിക് സംവിധാനത്തെക്കുറിച്ച് എല്ലാവർക്കും, ലോകരാഷ്ട്രങ്ങളിൽ തന്നെ അതിനെതിരെ പരാതികളുണ്ട്. ലോകരാഷ്ട്രങ്ങൾ ബാലറ്റ് പേപ്പറുകളിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. പക്ഷേ EVM കൃത്രിമം കാണിക്കും എന്നുള്ളത് ആവർത്തിച്ച് ഉറപ്പായിട്ടും അതിനെപ്പറ്റി നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കിട്ടുന്ന മറുപടി എന്ന് പറഞ്ഞാൽ അതൊരു കമ്പനി ഉണ്ടാക്കിയതാണ്, അതിൻ്റെ സുരക്ഷിതത്വത്തെപ്പറ്റി കമ്പനിയാണ് മറുപടി പറയേണ്ടത് എന്ന തരത്തിലുള്ള ഒരു ഉത്തരമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ആയാലും തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രൽ ബോണ്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾക്ക് ശ്വാസം വിടാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള സാമ്പത്തിക അഴിമതി, വൻ അഴിമതി നടത്തിയിട്ടും, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷി നേതാക്കളെ മുഴുവൻ ജയിലിലടച്ചിട്ടും, അതുപോലെ എല്ലാവരുടെ വീട്ടിലും തൊഴിലിടങ്ങളിലും ഒക്കെ തന്നെ റെയ്ഡുകൾ നടത്തിക്കൊണ്ടും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ ഭീകരാന്തരീക്ഷം വിരൽ ചൂണ്ടുന്നത് എന്തും സംഭവിക്കാം എന്ന് പറയുന്ന ഒരു അനിശ്ചിതത്വത്തിലേക്കാണ്. നമുക്ക് മുമ്പുണ്ടായിരുന്ന പരിചയം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് വരും, ചില ബൂത്ത് പിടിച്ചെടുക്കും, അല്ലെങ്കിൽ ചിലയിടത്ത് ചില അക്രമ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഉണ്ടായാലും ജനങ്ങൾ വോട്ട് ചെയ്ത ബാലറ്റ് പേപ്പർ കൃത്യമായി എണ്ണി ആ റിസൾട്ട് കിട്ടുന്നത് പിന്നെ ശരിയായിരിക്കും എന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ആ ഒരു ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രഹസനം പോലെ ആയി പോകുമോ എന്ന ഭയം ഇല്ലാതെ ഇല്ല. മോദി അധികാരത്തിൽ വരാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പലതരത്തിലുള്ള പിന്നെ വിലയിരുത്തലുകളിൽ കൂടെയും മനസ്സിലാകുന്നത്. അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ പോലെയുള്ള ഒരു ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യതയില്ല എന്നും നമ്മൾ പല വിലയിരുത്തലുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആ ഒരു ബഹുജന സഖ്യം അത് ശക്തി പ്രാപിക്കുകയാണ് എങ്കിൽ NDA തീർച്ചയായിട്ടും പരുങ്ങലിലാവും എന്നുള്ളതാണ് പ്രതീക്ഷ. അത് പരുങ്ങലിലാവണം. ഇത്തവണ NDA തോൽക്കണം. കാരണം ഇന്ത്യ ഒരു ഫാഷിസ്റ്റ് രാജ്യം അല്ല. ഇന്ത്യയുടെ ഭരണഘടന വളരെയധികം സംരക്ഷിക്കേണ്ട, ഇന്ത്യയുടെ ജനങ്ങൾ ഓരോ പൗരൻ്റെയും അവകാശങ്ങളെയും അധികാരങ്ങളെയും പരമാധികാരികൾ ജനങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതപ്പെട്ട ഒരു ഭരണഘടന. പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് എല്ലാ തരത്തിലും പിന്നെ തുല്യത വാഗ്ദാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്ന ഒരു ഭരണഘടന. സ്ത്രീകൾ പോലെയുള്ള വിഭാഗങ്ങൾ, ട്രാൻസ്ജെൻഡറുകൾ പോലെയുള്ള വിഭാഗങ്ങൾ, ഇവർക്കൊക്കെ തുല്യ അധികാരവും പദവിയും നൽകുന്ന ഒരു ഭരണഘടന. ഈ ഭരണഘടന നശിപ്പിക്കുകയാണ് എങ്കിൽ, ജനാധിപത്യം നശിക്കുകയാണ് എങ്കിൽ ഈ ഭരണഘടനയും നശിക്കും. അതുകൊണ്ട് അവസാന ശ്വാസം വരെ ജനാധിപത്യത്തെയും ഭരണഘടനയെയും ഇന്ത്യ എന്ന് പറയുന്ന ബഹുസ്വര രാഷ്ട്രത്തെയും അതിൻ്റെ മതേതര സംവിധാനത്തെയും തിരിച്ചുപിടിക്കാൻ, പരിപാലിക്കാൻ, സംരക്ഷിക്കാൻ ഉള്ള ഉത്തരവാദിത്വം ഭരണഘടന തന്നെ പൗരന്മാർക്ക് നൽകുന്നുണ്ട്.